أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو نزلناه على بعض الأعجمين فقرأه عليهم ما كانوا به مؤمنين كذلك سلكناه في قلوب المجرمين لا يؤمنون به حتى يروا العذاب الأليم فيأتيهم بغتة وهم لا يشعرون فيقولوا هل نحن منظرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1257 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറയിലെ 198 മുതൽ 203 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو نزلناه على بعض الأعجمين فقرأه عليهم ما كانوا به مؤمنين كذلك سلكناه في قلوب المجرمين لا يؤمنون به حتى يروا العذاب الأليم فيأتيهم بغتة وهم لا يشعرون فيقولوا هل نحن منظرون. صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 198 മുതൽ 203 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 192 മുതൽ 203 വരെയുള്ള ഭാഗം ഇന്നലെ കേൾപ്പിച്ച അതിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായത്. ആ ആയത്തുകൾ ചേർത്ത് വെച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാകും എന്ന നിലക്കാണ് മുഴുവനായിട്ട് നമ്മളെ കേൾപ്പിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ സമയപരിമിതിയിൽ നിന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് 198 വരെ ഇന്നലെ 97 ഉൾപ്പെടെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുകയും 98 മുതൽ 203 വരെയുള്ളത് ഇന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. സൂറത്ത് ശുഅറയിലെ അതിന്റെ ആരംഭത്തില് മക്കയിലെ പ്രബോധിത സമൂഹത്തോട് അള്ളാഹുവിന്റെ ഏകത്വത്തെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെയും വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥം എന്ന സംഗതിയിൽ ഊന്നിക്കൊണ്ടുമൊക്കെയുള്ള സംഭാഷണമാണ്, അല്ലെങ്കിൽ ആശയ സംവാദമാണ് തുടക്കത്തിൽ നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് 6-7 സമൂഹങ്ങളുടെ ചരിത്രത്തിൽ നിന്നുള്ള വിവരണം ആ പ്രതിപാദ്യ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകന്മാർ പിന്നിട്ട കാലങ്ങളിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന സമൂഹങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ച പ്രതികരണങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള ചരിത്ര വിവരണമാണ് നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് ഇന്നലെ നമ്മൾ വായിച്ചു തുടങ്ങിയ ഭാഗം മുതൽ സൂറത്തിന്റെ അവസാനം വരെ ഈ സൂറത്ത് മുന്നോട്ട് വെക്കുന്ന മുഖ്യമായ പ്രതിപാദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സാരഗർഭമായ അർത്ഥഗാംഭീര്യമുള്ള കാര്യങ്ങളാണ് പങ്കുവെക്കപ്പെടുന്നത്. അതിൽ ഏതാനും ആയത്തുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി ഇന്നലെ. ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഭാഗം ഭാഗികമായിട്ട് പരാമർശിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗത്തേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ്.
വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള, അവനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സന്ദേശമാണിത് എന്നാണ് വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ട് അവിടെ പറയുകയുണ്ടായത്. ഇത് നസല ബിഹി റൂഹുൽ അമീൻ, വിശ്വസ്തനും സത്യസന്ധനുമായ ആത്മാവ് അതുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല ഖൽബിക, പ്രവാചകരെ താങ്കളുടെ ഹൃദയത്തിലേക്ക്, ലിതകൂന മിനൽ മുൻദിരീൻ, താങ്കൾ താക്കീതുകാരന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി. മനുഷ്യ സമൂഹത്തിന് താക്കീത് നൽകുന്നതിന് കടന്നു വന്ന പ്രവാചകന്മാരും അവരാണ് മുൻദിറുകൾ. അവരുടെ കൂട്ടത്തിൽ പെടുന്നതിന് വേണ്ടി താങ്കളുടെ ഹൃദയത്തിൽ ഈ ദൈവിക സന്ദേശം റൂഹുൽ അമീൻ അതുമായിട്ട് താങ്കളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ബിലിസാനിൻ അറബിയും മുബീൻ, ഇത് വളരെ തെളിമയുള്ള അറബി ഭാഷയിലാണ്. വഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ, പൂർവികരായ സമൂഹങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്ന വേദങ്ങളിൽ ഇത് അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അവലം യകുൻ ലഹും ആയതൻ അൻ യഅലമഹു ഉലമാഉ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽ സമൂഹത്തിലെ വേദപാണ്ഡിത്യമുള്ള ആളുകൾ ഈ വിശുദ്ധ ഖുർആനെ തിരിച്ചറിയുന്നു, അവരതിനെ ഉൾക്കൊള്ളുന്നു എന്നത് മക്കയിലെ ആളുകൾക്ക്, ഈ ആളുകൾക്ക് ആവശ്യത്തിന് ഉപകരിക്കുന്ന ഒരു ദൃഷ്ടാന്തമാവുന്നില്ലേ എന്നാണ് തുടർന്ന് ചോദിക്കുന്നത്. എന്നിട്ട് ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയുണ്ടായത്. അപ്പൊ ഇങ്ങനെ ബനു ഇസ്രായേൽ സമൂഹത്തിലെ വേദപാണ്ഡിത്യമുള്ള ആളുകൾ ഇത് തിരിച്ചറിയുന്നു, ഇത് ഉൾക്കൊള്ളുന്നു എന്നത് മക്കയിലെ ആളുകൾക്ക് വ്യക്തത നൽകുന്ന ഒരു ദൃഷ്ടാന്തമാവുന്നില്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം. ഒരു ചരിത്ര സംഭവത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതും പരാമർശം കൊണ്ടുപോകുന്നതും. ഞാനത് ഇന്നലെ വിശദമായിട്ട് പറയുകയുണ്ടായി. എത്യോപ്യയിലേക്ക്, അബിസിനിയയിലേക്ക് പലായനം ചെയ്ത മുസ്ലിം സംഘം ജാഫർ ഇബ്നു അബി താലിബിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ആ പലായനം നടന്നത്. എത്യോപ്യയില് ക്രൈസ്തവ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജാഫർ ഇബ്നു അബി താലിബ് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ അവരെ കേൾപ്പിക്കുകയും സത്യമാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിനോടുള്ള പ്രതികരണം എന്നുള്ള നിലക്ക് ആ പ്രബോധനത്തില് സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് 10-20 ആളുകള് എത്യോപ്യയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര ചെയ്തു വരികയും മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് വെച്ച് സത്യനിഷേധികളും മുശ്രിക്കുകളും ഒക്കെയായ മക്കക്കാരുടെ സാന്നിധ്യത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അവര് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാനും അറിയാനും താല്പര്യം കാണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചില ആയത്തുകൾ കേൾപ്പിക്കുന്നു. അവരതില് വളരെ ആകൃഷ്ടരാകുന്നു. തങ്ങള് വിശ്വസിച്ച് പിൻപറ്റി വരുന്ന ക്രൈസ്തവ വേദങ്ങളുടെ, തങ്ങളുടെ കയ്യിലുള്ള വേദങ്ങളുടെ പൂർത്തീകരണമായും അതിനെ സത്യപ്പെടുത്തുന്നതായുമുള്ള വാക്യങ്ങളാണിത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവര് സത്യം ഉൾക്കൊണ്ട ആനന്ദത്തില് അവരുടെ കണ്ണുകൾ നിറഞ്ഞതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ നൽകി അദ്ദേഹത്തിന്റെ മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് മക്ക മുശ്രിക്കുകൾക്ക് ആ ഘട്ടത്തില് കാണാൻ പറ്റുന്നത്. അബൂജഹലിനെ പോലെയുള്ള ആളുകള് മക്കയിലെ അത് കണ്ടുകൊണ്ടിരുന്ന മക്കയിലെ പ്രമാണിമാര് അവരോട് പൊട്ടിത്തെറിക്കുകയും കോപിക്കുകയും അവരെ ശകാരിക്കുകയും ഒക്കെ ചെയ്യണം. നിങ്ങള് ഇങ്ങോട്ട് പറഞ്ഞയക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് മുഹമ്മദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് മനസ്സിലാക്കി അത് നാട്ടുകാർക്ക് ചെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. എന്നാൽ നിങ്ങൾ അത് ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ നിങ്ങളുടെ വന്നപാടെ
നിങ്ങളുടെ മതം ഉപേക്ഷിച്ച് മുഹമ്മദിനോടൊപ്പം കൂടുകയാണ്, നിങ്ങൾ മഹാവിഡ്ഢികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരതിനോട് പ്രതികരിക്കുകയുണ്ടായത്. അപ്പോ അവര് പ്രതികരണമായിട്ട് പറഞ്ഞത്, നിങ്ങളോട് തർക്കിക്കാൻ തൽക്കാലം ഞങ്ങൾ സന്നദ്ധരല്ല, നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് പിൻപറ്റാം, ഞങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു, ജാഹിലുകളുടെ വർത്തമാനം കേട്ടു നിൽക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്നാണ് അവിവേകികളായ ആളുകളുടെ, സത്യബോധമില്ലാത്ത, സത്യം കണ്ടെത്താൻ ഒരു ശ്രമവും നടത്താൻ താല്പര്യമില്ലാത്ത അവിവേകികളുടെ സംസാരം കേട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് ഒരുക്കമില്ല എന്നാണ് അബൂജഹലിനോടും കൂടെ ഉണ്ടായിരുന്നവരോടുമൊക്കെ ഈ എത്യോപ്യയിൽ നിന്ന് വന്ന ആളുകൾ പറയുകയുണ്ടായത്. വിശുദ്ധ ഖുർആൻ വേറെ ചിലയിടങ്ങളിലൊക്കെ ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്. ഈ ആളുകളുടെ പ്രതികരണം, എത്യോപ്യയിൽ നിന്ന് വന്ന ആളുകളുടെ പ്രതികരണം മറ്റൊരു സൂറത്തില് ഖുർആനിൽ പരാമർശം വരുന്നുണ്ട്. ഞാനത് ക്ലാസ്സിനിടക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം, നോക്കട്ടെ. അപ്പോ ആ ഒരു സന്ദർഭത്തിൽ അതിനോട് അതേക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. ഉലമാഉ ബനി ഇസ്രായേൽ ഇത് തിരിച്ചറിയുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നത് ഇക്കൂട്ടർക്ക് ഒരു മതിയായ സൂചനയല്ലേ, മതിയായ ദൃഷ്ടാന്തമല്ലേ എന്നാണ് അള്ളാഹുവിടെ മക്കയിലെ ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ചോദിക്കുന്നത്, ഇവിടെ ഉന്നയിക്കുന്നത്. വലൗ നസ്സൽനാഹു അലാ ബഅദിൽ അഅജമീൻ. അപ്പൊ വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനോടുള്ള പ്രതികരണമായി മക്കക്കാര് പറഞ്ഞത്, മുഹമ്മദ് ഒരു കവിയാണ്, അയാള് സ്വന്തം നിലയ്ക്ക് എന്തൊക്കെയോ ചമച്ചുണ്ടാക്കി കൊണ്ടുവന്നുകൊണ്ട് അത് കേൾപ്പിച്ചുകൊണ്ട് തനിക്ക് വെളിപാട് ലഭിച്ചതാണ് എന്ന് പറയുകയാണ്, അയാൾക്ക് സിഹ്ർ ബാധിച്ചതാണ്, അയാൾക്ക് ഭ്രാന്താണ് എന്നൊക്കെയാണ് അവരതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. അറബി ഭാഷയിലായതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വന്തമായിട്ട് ചമച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണിത് എന്ന നിലക്കാണ് അവര് വളരെ ലാഘവ ബുദ്ധിയിൽ നിസ്സാരമായ നിലക്ക് അതിനെക്കുറിച്ച് പറയുകയുണ്ടായത്. ആ ഒരു പ്രതികരണത്തിനോട് പ്രതികരിച്ചുകൊണ്ടുള്ള അള്ളാഹു നൽകുന്ന മറുപടിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വലൗ നസ്സൽനാഹു, നാം എങ്ങാനും ഇത് അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ, അലാ ബഅദിൽ അഅജമീൻ, അനറബികളിൽ ചിലർക്ക്, അറബികളല്ലാത്ത ചിലർക്ക് ഇത് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഫഖറഅഹു അലൈഹിം, അങ്ങനെ അവര് വന്ന് ഇവർക്ക് അത് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, മാ കാനൂ ബിഹി മുഅ്മിനീൻ, അങ്ങനെയാണെങ്കിലും ഇവര് വിശ്വസിക്കാൻ കൂട്ടാക്കുമായിരുന്നില്ല. ഇപ്പൊ അറബി അറിയുന്ന ഒരു പ്രവാചകനാണ് വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങൾ അവരെ കേൾപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് എളുപ്പത്തിൽ പറയാം, ഓ ഇത് മുഹമ്മദ് ചമച്ചുണ്ടാക്കിയതാണ് എന്ന്. വേണ്ട, അറബി അറിയാത്ത ഒരാളെ ഈ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് നാം അറബി അറിയാത്ത ഒരാൾക്ക് ഇത് ഇറക്കി കൊടുക്കുകയും, അങ്ങനെ അനറബിയായ ഒരാളാണ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഇത് ഓതി കേൾപ്പിക്കുകയും ചെയ്യുന്നതെങ്കിൽ, അപ്പൊ നിങ്ങൾ ഇതേ കാര്യം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ബോധ്യപ്പെടാത്തതല്ല വിഷയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഇത് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഇവർ പറയുന്നത് അത്ര ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ട് തീരുമാനിച്ച് പറയുന്ന ഒരു കാര്യമേ അല്ല. അവര് ഒരു ചിന്തയും നൽകാതെ, ഒരു ചിന്തയും ഇല്ലാതെയാണ് അങ്ങനെ വിളിച്ചു പറയുന്നത്. നിരക്ഷരനായ ഒരാൾക്ക് രചിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുള്ള സംഗതികൾ എന്നത്, അതിന്റെ ഭാഷയും അതിന്റെ ശൈലിയും അതിന്റെ ഉള്ളടക്കവും അതിന്റെ രൂപകങ്ങളും അതിന്റെ സാഹിത്യ മികവും അതിന്റെ
സ്വരച്ചേരുവകളും എല്ലാം ചേർത്ത് വെച്ച് നമുക്ക് വിലയിരുത്തുമ്പോൾ മുമ്പൊരിക്കലും ഒരു കവിതാ ശകലം പോലും രചിച്ചിട്ടില്ലാത്ത ഒരാള് ഇങ്ങനെ അതിഗംഭീരമായ അറബി ഭാഷയിലെ എല്ലാ കാലത്തേക്കുമുള്ള വിസ്മയമായി നിലകൊള്ളുന്ന വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങൾ രചിച്ചുണ്ടാക്കും എന്ന് ഇവര് സങ്കല്പിക്കുന്നതും പറയുന്നതും കേവലം നിസ്സാരമായ നിലക്ക് ഈ ദൈവിക സന്ദേശത്തെ തള്ളിക്കളയുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. ഇത് അറബി ഒട്ടും അറിയാത്ത ഒരാൾക്ക് നാം അവതരിപ്പിച്ചു കൊടുക്കുകയും അയാള് ഇവരെ അത് ഓതി കേൾപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇവർ വിശ്വസിക്കുകയോ? അന്നേരവും അയാൾ വന്ന് പറയും ഇത് ദൈവിക വെളിപാടുകളാണ്, എനിക്ക് അറബിയൊന്നും അറിയില്ല, പടച്ച തമ്പുരാൻ ഇറക്കി തന്നതാണ്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാള് ഇത് ഇവർക്ക് കേൾപ്പിച്ചിരുന്നെങ്കിൽ അന്നേരം ഇവരെന്താ പറയുക? എങ്കിൽ അവർ വിശ്വസിക്കുമായിരുന്നു? ഇല്ല എന്നാണ് ഖുർആൻ ഇവിടെ എടുത്തു പറയുന്നത്. വലൗ നസ്സൽനാഹു അലാ ബഅലിൽ അഅജമീൻ, അഅജമികളിൽപ്പെട്ട ചിലർക്കാണ് നാം ഇത് അവതരിപ്പിച്ചു കൊടുത്തിരുന്നത് എങ്കിൽ ഫഖറഅഹു, അങ്ങനെ അയാൾ ഫഖറഅഹു അലൈഹിം, അവർക്കത് ഓതി കേൾപ്പിക്കുകയും ചെയ്തു എന്ന് വെക്കുക. മാ കാനൂ ബിഹി മുഅ്മിനീൻ, അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും അവരത് വിശ്വസിക്കാൻ കൂട്ടാക്കുമായിരുന്നില്ല. അപ്പോ അനർബിയായ ആ വ്യക്തി ദൈവിക വെളിപാടുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കേൾപ്പിച്ചാൽ അയാള് സ്വന്തം രചിച്ചുണ്ടാക്കിയതാണ് എന്ന് അവർക്ക് ഏതായാലും പറയാൻ കഴിയില്ല. അവര് വേറെ പല ന്യായങ്ങളും പറഞ്ഞ് അത് തള്ളിക്കളയുകയാണ് ഉണ്ടാവുക. ഇതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ തള്ളിക്കളയുക എന്നത് ഇവര് മുന്നോട്ട് വെക്കുന്ന എന്ത് നിബന്ധന പാലിച്ചുകൊണ്ട് ഇത് അവരുടെ അടുക്കലേക്ക് കൊണ്ടുവന്നാലും അവർ ചെയ്തുകൊണ്ടിരിക്കും. അറബി കേൾപ്പിച്ചുകൊണ്ട് അറബി വന്നാലും, അറബി അറിയാത്ത ഒരാള് ഈ ദൈവിക വെളിപാടുകൾ അറബി ഭാഷയിലുള്ളത് കേൾപ്പിച്ചാലും, ഇനി വേറെ അവര് മുന്നോട്ട് വെക്കുന്ന എന്തെങ്കിലും നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വന്നാലും ഈ ആളുകള് വിശ്വസിക്കുകയേ ഇല്ല. മാക്കാനു ബിഹി മുഅ്മിനീൻ, അവര് വിശ്വസിക്കാനേ പോകുന്നില്ല. കദാലിക സലക്നാഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ, ഈ വിധത്തില് നിഷേധികളുടെ അല്ലെങ്കിൽ കുറ്റവാളികളുടെ ഹൃദയത്തിലൂടെ നാം ഇതിനെ അങ്ങ് കടത്തിവിടുകയാണ്. അള്ളാഹു എല്ലാവരുടെയും ഹൃദയത്തിലൂടെ വിശുദ്ധ ഖുർആനെ കടത്തിവിടുന്നുണ്ട്. ചിലരതിനെ ആമോദത്തോടു കൂടി ഏറ്റുവാങ്ങുന്നു, വേറെ ചിലർ ചുട്ടുപഴുത്ത ഒരു കമ്പിയോ ഇരുമ്പ് ദണ്ടോ ഒക്കെ അങ്ങ് തുളച്ചു കയറി പോകുന്ന പോലെ അവർക്ക് വലിയ അസ്വസ്ഥതയും പ്രയാസവും ഉണ്ടാകുന്ന വിധത്തിൽ അതങ്ങ് കടന്നു പോകും എന്നതല്ലാതെ അത് അവരുടെ ഹൃദയത്തിൽ ഒരിടം കണ്ടെത്തുകയില്ല. ഇതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. കദാലിക സലഖ്നാഹു, സലഖ എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പിന്റെ ഷാഫ്റ്റ് പോലെയുള്ള എന്തെങ്കിലും, ഒരു ആരോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു സർഫസിലൂടെ തുളച്ചു കയറി അങ്ങ് പോകുന്നതിനാണ് ആ പദം ഉപയോഗിക്കുക. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത് കദാലിക സലഖ്നാഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ, കുറ്റവാളികളുടെ ഹൃദയങ്ങളിലൂടെ നാം ഇതിനെ അങ്ങ് കടത്തിവിടുന്നു. എന്തിനാണത്? അവരെ അത് കേൾപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അവർക്കത് കാണാനും അറിയാനും മനസ്സിലാകാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട് എന്ന വിധത്തില്, എന്ന കാര്യം ഉറപ്പുവരുന്ന വിധത്തിലാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. മുജ്രിമുകളാണ് അവര്, കുറ്റവാളികളാണ് എന്ന് പറഞ്ഞാൽ മുത്തഖികളല്ല, അവര് സത്യസന്ധതയുള്ളവരോ ഹക്ക് മനസ്സിലാക്കണമെന്ന ആഗ്രഹമുള്ളവരോ ഒന്നുമല്ല. അവരുടെ മനസ്സ്, അവരുടെ ഹൃദയങ്ങള് ഇജ്റാമിനോട് ഒട്ടി നിൽക്കുന്നുണ്ട്. കുറ്റവാസനയോട്, തിന്മയോട് അള്ളി പിടിച്ചു നിൽക്കുന്ന, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനും കുറ്റകൃത്യങ്ങളുടേതായ നിലപാട് സ്വീകരിക്കുന്നതിനുമായ അതിന് പാകപ്പെട്ട ഒരു മനസ്സ് ഉള്ള ആളുകളാണ് അവര്. അള്ളാഹുവിനെ നിഷേധിക്കുന്നു എന്ന അതിഭീകരമായ കുറ്റം ചെയ്യുന്നു, പാരത്രിക ജീവിതത്തെ നിഷേധിക്കുന്നു എന്ന കുറ്റം ചെയ്യുന്നു. ഇതിനൊക്കെ പുറമെ സാമൂഹ്യമായ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന കുറ്റങ്ങളും
ജീർണതയും അതുപോലെ കറപ്ഷനും ഒക്കെ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്, കേവലം വിശ്വാസമില്ലായ്ക മാത്രമല്ല, വിശ്വാസമില്ലായ്ക എന്നത് ഒരു തുടക്കമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെടുക്കുന്ന സകല നിലപാടുകളിലും അവരുടെ ആ ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് പ്രകടമായിരിക്കും. ഈ ആളുകളുടെ ഹൃദയത്തിലൂടെ അള്ളാഹു അതങ്ങ് കടത്തിവിടുകയാണ്. അവര് അറിഞ്ഞു, കേട്ടു, കാണാൻ സാധിച്ചു, അറിയാൻ അവസരമുണ്ടായി എന്നതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. ലാ യുഅ്മിനൂന ബിഹി, അവര് വിശ്വസിക്കാനേ പോകുന്നില്ല. ഏതുവരെ? ഹത്താ യറവുൽ അദാബൽ അലീം, അങ്ങേയറ്റത്തെ വേദനാജനകമായ ശിക്ഷ അവര് നേരിൽ കാണുന്നത് വരെ അവര് വിശ്വസിക്കാൻ പോകുന്നില്ല. ശിക്ഷ നേരിൽ കണ്ടു കഴിഞ്ഞാൽ അത് ചരിത്രത്തിൽ ഏറ്റവും കടുത്ത ധിക്കാരിയായ അവിശ്വാസി വരെ വിശ്വസിക്കാനും രക്ഷാമാർഗം തേടാനും ഒക്കെ സന്നദ്ധമായിട്ടുള്ളത് നമുക്കറിയാം. ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ സൂറത്തിൽ തന്നെ വിശദമായി പരാമർശിക്കപ്പെട്ട ഫിറഔന്റെ അനുഭവങ്ങളൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിൽ കാണുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത് ലാ യുഅ്മിനൂന ബിഹി, ഇക്കൂട്ടര് വിശ്വസിക്കാനേ പോകുന്നില്ല. ഹത്താ യറവുൽ അദാബൽ അലീം, അതികഠിനമായ വേദന നൽകുന്ന ശിക്ഷ അവര് കാണുന്നത് വരെ. ശിക്ഷ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം വേറെ ആയിരിക്കും. അതുവരെ ഇവരാരും വിശ്വസിക്കാൻ സന്നദ്ധരാവുകയില്ല. അവരുടെ ഹൃദയങ്ങളിലൂടെ ഒരു അമ്പ് കടന്നു പോകുന്ന പോലെ അവര് ഈ വിശുദ്ധ ഖുർആൻ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും അവരില് യാതൊരു ചലനവും സൃഷ്ടിക്കുന്നില്ല. ഫയഅ്തിയഹും ബഗ്തതൻ, അങ്ങനെ ശിക്ഷ നേരിൽ കാണുന്നത് വരെ ഇവർ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞല്ലോ. ആ ശിക്ഷ എങ്ങനെയാണ് വരിക? ഫയഅ്തിയഹും ബഗ്തതൻ, വളരെ പെട്ടെന്നായിട്ട്, ആകസ്മികമായി, അപ്രതീക്ഷിതമായിട്ടാണ് ആ ശിക്ഷ വരിക. ഫയഅ്തിയഹും, അത് അവരിലേക്ക് വരുന്നു. ബഗ്തതൻ, വളരെ പെട്ടെന്ന്, വളരെ ആകസ്മികമായി, തീർത്തും അപ്രതീക്ഷിതമായി. വഹും ലാ യശ്ഉറൂൻ, അവര് നനച്ചിരിക്കുക പോലും ചെയ്യാത്ത സമയത്ത്. ശിക്ഷയാണ് വരാൻ പോകുന്നത്, ശിക്ഷ വരുന്നു എന്നൊരു പ്രതീക്ഷയോ അതിനെ കുറിച്ചുള്ള ഒരു ജാഗ്രതയോ കാത്തിരിപ്പോ ഒന്നും ഇല്ലാത്ത, തീർത്തും അവര് അതിനെക്കുറിച്ച് നനച്ചിരിക്കാത്തൊരു സന്ദർഭത്തില് അപ്രതീക്ഷിതമായിട്ട്, ആകസ്മികമായിട്ട് ആണ് ആ ശിക്ഷ അവര് കൺമുന്നിൽ കാണേണ്ടി വരിക. അങ്ങനെ വരുമ്പോ എന്തായിരിക്കും അവരുടെ പ്രതികരണം? ഫയഖൂലു, ആ ഘട്ടത്തിൽ അവർ പറയുന്നു, ഹൽ നഹ്നു മുൻളറൂൻ, നമുക്ക് ഒരല്പം സമയം അനുവദിക്കപ്പെടുമോ എന്ന്. ഹൽ നഹ്നു മുൻളറൂൻ, ഒരല്പം സാവകാശം നൽകപ്പെടുമോ എന്നാണ് അവര് ചോദിക്കുന്ന ചോദ്യം. കൺമുന്നിൽ ശിക്ഷ കാണുന്നത് വരെ നൂറ്റാണ്ടുകൾ നൽകപ്പെട്ടാലും ഇവര് വിശ്വസിക്കുകയില്ല എന്നതിന് നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ശിക്ഷ കാണാൻ വളരെ ആകസ്മികമായി, പെട്ടെന്ന്, തീർത്തും നനച്ചിരിക്കാത്ത സമയത്ത് ആ ശിക്ഷ വരുന്നത് അവർ കണ്ടു കഴിഞ്ഞാൽ അവര് പറയുന്നത് ഇങ്ങനെയാണ്. ഫയഖൂലു, അപ്പോ അവര് പറയുന്നു, ഹൽ നഹ്നു മുൻളറൂൻ, ഞങ്ങള് ഒരല്പം സാവകാശം നൽകപ്പെടുന്നവരാകുമോ എന്ന്. നമുക്കൊരു തീരുമാനം എടുക്കാൻ, വിശ്വാസത്തിന്റെ മാർഗം സ്വീകരിച്ചു എന്ന് പ്രഖ്യാപിക്കാനെങ്കിലും ഒരല്പം സമയം നമുക്കായിട്ട് അനുവദിക്കപ്പെടുമോ എന്നാണ് ആ ഘട്ടത്തിൽ അവർ ചോദിക്കുക. അതുവരെ, ശിക്ഷ കൺമുന്നിൽ കാണുന്നത് വരെ ഇവരാരും വിശ്വസിക്കാനേ കൂട്ടാക്കുകയില്ല. ഇതാണ് ഈ നിഷേധത്തിന്റെ, അതുപോലെ ഈ കുറ്റവാസനയുടെ മനസ്സ് ഏത് വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. പ്രവാചകന്മാര് അവരുടെ ദൈവിക ദൃഷ്ടാന്തങ്ങളുമായി, ദൈവിക വെളിപാടുകൾ അവരെ കേൾപ്പിച്ചുകൊണ്ട് അവരിൽ പ്രബോധന ദൗത്യം നിർവഹിക്കുമ്പോൾ അവരതിന് വേണ്ട പരിഗണനയോ ശ്രദ്ധയോ ആലോചനയോ ഒന്നും നൽകുന്നില്ല.
അതിനെ നിസ്സാരമായിട്ട് കാണുന്നു, അവഗണിക്കുന്നു, പരിഹസിക്കുന്നു. ശിക്ഷ വരുന്നത് വരെ, ശിക്ഷ കൺമുന്നിൽ കാണാൻ കഴിയുന്നത് വരെ അവരുടെ നിലപാടിതായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ വെപ്രാളപ്പെട്ടുകൊണ്ട് അവർ ചോദിക്കുന്നത് ഹൽ നഹ്നു മുൻളറൂൻ, നമ്മൾ ഒരല്പം സാവകാശം നൽകപ്പെടുന്നവരായി മാറുമോ എന്നാണ്. പ്രതീക്ഷ ഇല്ലാതെയാണ് ചോദിക്കുന്നത്. ഒരു പ്രതീക്ഷയില്ല അവർക്ക്. എന്നാൽ പോലും അവർ ചോദിച്ചു പോവുകയാണ്, ഒരല്പം സമയം ഞങ്ങൾക്ക് അനുവദിക്കപ്പെടുമോ എന്ന്. ഇതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അപ്പോ സൂറത്ത് ശുഅറയിലെ 202 വരെയുള്ള ശിക്ഷ വരുന്നത് വളരെ ആകസ്മികമാണ്, അപ്രതീക്ഷിതമാണ്, കണക്കുകൂട്ടി കാത്തിരിക്കുന്ന ഒരു സമയത്തല്ല. അപ്പോ അവരെല്ലാവരും വെപ്രാളപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കൊരല്പം സമയം കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് എന്ന കാര്യവും നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ ഈ സൂറത്ത് ശുഅറയിലെ 203 ആയത്ത് വരെയുള്ള ഭാഗമാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായിട്ടുള്ളത്. ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അറബി ഭാഷയിലുള്ള ഖുർആൻ എന്നൊരു പരാമർശം വിശുദ്ധ ഖുർആനില് പലയിടങ്ങളിലും അങ്ങനെ പരാമർശം കാണാം. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യ, നിശ്ചയമായിട്ടും നാം അതിനെ അറബിയിലുള്ള ഒരു പാരായണമായിട്ട്, ഒരു ഖുർആനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരിടത്ത് വകദാലിക അൻസൽനാഹു ഹുക്മൻ അറബിയ്യ, അപ്രകാരം നാം ഇതിനെ അറബിയിലുള്ള ഒരു സാരോപദേശമായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. മറ്റൊരിടത്ത് ഖുർആനൻ അറബിയ്യൻ ഗൈറ ദി ഇവജിൻ, അറബി ഭാഷയിലുള്ള പാരായണം, അതിൽ യാതൊരു വക്രതയും അതുപോലെ ഒളിമറയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുർഗ്രാഹ്യതയോ ഒന്നുമില്ല. തെളിഞ്ഞ അറബി ഭാഷയിലുള്ള ഒരു പാരായണമാണിത് എന്ന് പറയുന്ന കാണാം. ഈ ഖുർആനെ പരാമർശിച്ചുകൊണ്ട് നേരത്തെ ഉള്ള ജുബുറില് വൈന്നഹു ലഫി ജുബുരിൽ അവ്വലീൻ എന്ന് സൂചിപ്പിക്കപ്പെടുകയുണ്ടായല്ലോ. പൂർവികർക്ക് നൽകപ്പെട്ടിരുന്ന വേദങ്ങളിൽ ഇത് അടങ്ങിയിട്ടുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ പൂർവിക സമൂഹങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന വേദങ്ങൾ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ പോലെയുള്ള വേദങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടോ എന്നതാണ് ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശം, മുന്നോട്ട് വെക്കുന്ന വിശ്വാസ മാർഗം, വിശ്വാസത്തിന്റെ അടിത്തറ, ഈ കാര്യങ്ങൾ തന്നെയാണ് പൂർവിക വേദങ്ങള് പകർന്നു നൽകിയിട്ടുണ്ടായിരുന്നത് എന്നൊരാശയമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. പൂർവിക വേദങ്ങളൊന്നും തന്നെ അറബി ഭാഷയിലായിരുന്നില്ല. അതുകൊണ്ട് അതിലടങ്ങിയിട്ടുണ്ടായിരുന്നതിനെ ഖുർആൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നത് സാങ്കേതികമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഖുർആൻ അങ്ങനെ വിളിച്ചിട്ടില്ല. ഖുർആൻ പറയുന്നത് ഇന്നഹു ലഫി ജുബുരിൽ അവ്വലീൻ, അത് ഒരു സർവനാമം ഉപയോഗിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പൂർവിക വേദങ്ങളിൽ അത് അടങ്ങിയിട്ടുണ്ട് എന്ന്. എന്താണോ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് അക്കാര്യം പൂർവിക വേദങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന ഒരു ആശയമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ആയത്തുകളെ വേണ്ടത്ര സൂക്ഷ്മതയോടുകൂടി ഉൾക്കൊള്ളാതെ ചിലര് ഖുർആന്റെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ വേറെ ഭാഷകളിലേക്കോ ഒക്കെയുള്ള വിവർത്തനങ്ങളെയും ഖുർആൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊരു പ്രശ്നം ഉന്നയിക്കുന്നത് കാണാം. യഥാർത്ഥത്തില് ആ കൃത്യതയോടുകൂടി ഖുർആൻ എന്ന അറബി ഭാഷയിൽ പറയുന്ന ഒരു സംഗതി എന്ന നിലക്ക് ഒരു വിവർത്തനത്തെ കുറിച്ചും പറയാൻ പറ്റില്ല. കാരണം വിവർത്തനങ്ങളൊക്കെയും മനുഷ്യ സൃഷ്ടിയാണ്. അതിന് മനുഷ്യരുടെ സ്വാഭാവികമായ പരിമിതി ഉണ്ടാവും. ഒരേ ആയത്തിന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അറബി ഭാഷയിൽ അള്ളാഹു അവതരിപ്പിച്ച രൂപത്തില് ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ടാകും. വിവർത്തകന് അതിലേതെങ്കിലും ഒരർത്ഥമേ നൽകാൻ സാധിക്കുകയുള്ളൂ. അറബി ഭാഷയിലുള്ള അതിന്റെ മൂല സ്രോതസ്സില് അതിന് ആ അർത്ഥങ്ങളൊക്കെയും ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാകും. അതുപോലെ തന്നെ വിവർത്തനം എന്ന് പറയുന്നത് ഒരർത്ഥത്തില് വ്യാഖ്യാനമാണ്.
വിവർത്തനം ചെയ്യുന്ന ആള് മനസ്സിലാക്കുന്ന കാര്യം ഖുർആൻ പറയുന്നത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന കാര്യം അയാൾ പകർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളുടെ മനസ്സിലാക്കലില് പരിമിതികൾ ഉണ്ടാകും. അതിന് കാലം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളുടെയോ ഒക്കെ കാരണമായിട്ടുണ്ടാകുന്ന പരിമിതികള് അവരുടെ വിവർത്തനത്തില് നിഴലിക്കും. വിശുദ്ധ ഖുർആനില് ആ പരിമിതി ഉണ്ടാവില്ല. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും. സൂറത്തുൽ അലഖിലെ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുന്ന ആ പ്രയോഗം പോലും പിന്നിട്ട വർഷങ്ങളിൽ എത്രയോ ആളുകള് തെറ്റായി മനസ്സിലാക്കി വെച്ചിട്ട് സമീപകാലത്ത് മാത്രമാണ് അതിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് എല്ലാവരും എത്തിയിട്ടുള്ളത്. അപ്പോ പിന്നിട്ട കാലങ്ങളിൽ അതിന് നൽകപ്പെട്ടിരുന്ന വിവർത്തനങ്ങള് പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. രക്തപിണ്ഡം എന്നാണ് പഴയ കാലത്ത് അതിന് മനസ്സിലാക്കിയിരുന്നത്. അറബി ഭാഷയിലെ അലഖ് എന്നതിന് രക്തപിണ്ഡം എന്നൊരു അർത്ഥമേ ഇല്ല. അലഖ് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സബ്സ്റ്റൻസ് എന്നാണ് അർത്ഥം. അലഖ് എന്ന വാക്കിന്റെ സൂചന അതാണ്, തൂങ്ങിക്കിടക്കുന്നത്, ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തില്. അതിന് രക്തപിണ്ഡം എന്ന് ആരോ തെറ്റായി മനസ്സിലാക്കിയിട്ട് ഒരു അർത്ഥം കൊടുത്തു വെച്ചിരിക്കുകയാണ്. രക്തപിണ്ഡമായിട്ട് ഒരു എംബ്രിയോ ഒരിക്കലും തന്നെ ഒരു ഘട്ടത്തിലും നിലകൊള്ളുന്നുമില്ല. ഒരു ഗർഭസ്ഥ ശിശുവിന് രക്തപിണ്ഡം എന്നൊരവസ്ഥയില് ഒരു ഘട്ടത്തിലും അങ്ങനെയുള്ള ഒരു അവസ്ഥയില്ല. വൈദ്യശാസ്ത്രപരമായിട്ട് അങ്ങനെ ഒരു കാര്യമില്ല എന്നത് നമുക്കതിനെ വിശദമായി വിലയിരുത്തിയാലും പഠിച്ചാലും മനസ്സിലാവും. അപ്പൊ ആരോ ഒരു തെറ്റായ രീതിയിൽ മനസ്സിലാക്കി വെച്ചിട്ടാണ് അലഖിന് അങ്ങനെ ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പഴയ കാലത്ത് ഖുർആൻ അവതരിച്ച കാലത്ത് അറബികൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കവിതാ രൂപമുണ്ട്. അതിനെ മുഅല്ലഖ എന്നാണ് പറയാറുണ്ടായിരുന്നത്. മുഅല്ലഖ എന്നത് ഒരു കാവ്യരൂപമാണ്. അതിനാ പേര് വന്നിട്ടുള്ളത് കഅബയുടെ ഭിത്തിയില് അവര് ഇടാറുണ്ടായിരുന്ന ഒരു കവിത എന്ന നിലക്കാണ് മുഅല്ലഖ, തൂക്കിയിടപ്പെട്ടിരുന്നത് എന്ന അർത്ഥത്തില് ആ കാവ്യരൂപത്തിന് ആ പേര് നൽകപ്പെട്ടിരുന്നത്. ഈ വാക്ക് വരുന്നത് ഈ അലഖ് എന്ന ധാതുവിൽ നിന്നാണ്, റൂട്ടിൽ നിന്നാണ്. തൂങ്ങിക്കിടക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അത് വരുന്നത്. ആ പദം രൂപകൽപ്പന ചെയ്യപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു റൂട്ടിൽ നിന്നാണ്. അപ്പൊ അലഖ് എന്ന് ഖുർആൻ ഉപയോഗിച്ചത് മനുഷ്യന്റെ ഗർഭസ്ഥ അവസ്ഥയെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗം. അത് ഒരിക്കലും തന്നെ രക്തപിണ്ഡമല്ല, മറിച്ച് എന്തോ ഒന്ന് ഒട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരു സംഗതിയാണ് എന്നത് നമുക്ക് യുക്തിപരമായിട്ട് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഖുർആന്റെ വിവർത്തനങ്ങളെ ഒരിക്കലും തന്നെ ഖുർആൻ എന്ന് സാങ്കേതികമായിട്ട് പറയാൻ കഴിയില്ല. അതുപോലെ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ നൽകുന്ന പൂർവിക വേദങ്ങളെ കുറിച്ചും സാങ്കേതികമായിട്ട് അതിനെ ഖുർആൻ എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഖുർആനിൽ അടങ്ങിയിട്ടുള്ള ആശയം, അത് മുന്നോട്ട് വെക്കുന്ന വിശ്വാസ സംഹിത, അത് നേരത്തെ ഈ വേദങ്ങളിൽ നൽകപ്പെട്ടു എന്ന അർത്ഥത്തിൽ നമുക്കതിനെ ഉൾക്കൊള്ളുന്നതിന് യാതൊരു പ്രയാസവും ഇല്ലതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തില് ഈ ഖുർആനുമായിട്ട് ഇറങ്ങി എന്ന ഒരു പരാമർശം നമ്മൾ വായിച്ച ഭാഗത്ത് കാണുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് ഇങ്ങനെ കാണാം, ഖുൽ മൻ കാന അദുവൻ ലിജിബ്രീല, പറയുക ആരാണ് ജിബ്രീലിനോട് ശത്രുവായി നിലകൊള്ളുന്നത്, ഫഇന്നഹു നസലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്, തീർച്ചയായിട്ടും ജിബ്രീൽ അത് താങ്കളുടെ ഹൃദയത്തിൽ ഇറക്കി തന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണ്. ജാഹിലിയ സമൂഹം പലപ്പോഴും വിശേഷിച്ച് ഈ വേദ പശ്ചാത്തലത്തിലുള്ള ആളുകൾ ജിബ്രീലിനോട് പകയും ശത്രുതയും കാണിക്കുമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഇറക്കി കൊടുക്കേണ്ടിയിരുന്നതാണ് ഈ വേദം, ജിബ്രീലാണ് ഈ മുശ്രിക്കുകളുടെ സമൂഹത്തിലെ ഖുറൈശി ഗോത്രത്തിലെ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിന് ഇത് ഇറക്കി കൊടുത്തിരിക്കുന്നത്
ജിബ്രീൽ ചെയ്തൊരു അബദ്ധമാണത് എന്നുള്ള നിലക്ക് ജിബ്രീലിനോട് ക്രോധം കാണിക്കുമായിരുന്നു അവർ. അള്ളാഹു അത് തിരുത്തുകയാണ്. ജിബ്രീൽ സ്വന്തം നിലക്ക് ചെയ്തതല്ല, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരവും അനുമതി പ്രകാരവുമാണ് ജിബ്രീല് പ്രവാചകരെ താങ്കളുടെ ഹൃദയത്തിൽ ഇതിറക്കി തന്നിട്ടുള്ളത്. അതിന്റെ പേരിൽ ജിബ്രീലിനോട് ആരെങ്കിലും ശത്രുത കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കേവലം ബുദ്ധിശൂന്യത മാത്രമാണ് എന്നതാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഈ സന്ദേശം ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത കാണിക്കാതെ അതിന് പല മുടന്തൻ ന്യായങ്ങളും ഉന്നയിച്ചുകൊണ്ട് വിശ്വാസം ഉൾക്കൊള്ളാതെ കുതറി മാറുന്ന മക്കയിലെ ആളുകളുടെ ആ നിലപാടിനെ വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു സൂറത്തുൽ ഖസസിൽ പറയുന്ന ഒരു കാര്യം ഇതിനോട് ചേർത്ത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ മിൻ ഖബ്ലിഹി ഹും ബിഹി യുഅ്മിനൂൻ. നേരത്തെ അള്ളാഹു വേദം നൽകിയിട്ടുണ്ടായിരുന്ന ആളുകൾ അവര് ഇതില് ഈ വേദത്തില് വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാൻ സന്നദ്ധരാകുന്നു. വൈദാ യുത്ല അലൈഹിം, അത് അവർക്ക് കേൾപ്പിക്കപ്പെടുമ്പോ അവര് പറയുന്നത് ഇങ്ങനെയാണ്, ആമന്നാ ബിഹി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു, ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിന, ഇത് ഞങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സത്യം തന്നെയാണ്, ഇന്നാ കുന്നാ മിൻ ഖബ്ലിഹി മുസ്ലിമീൻ, നേരത്തെ തന്നെ അള്ളാഹുവിന് വിധേയപ്പെട്ട് കഴിയുന്ന മുസ്ലിമീങ്ങളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ആ സത്യമാർഗം സ്വീകരിക്കുന്നത്. എത്യോപ്യയിൽ നിന്ന് വന്ന ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവ പണ്ഡിതന്മാര്, അവര് നേരത്തെ തന്നെ അള്ളാഹുവിന് വിധേയത്വം പ്രഖ്യാപിച്ചിട്ടുള്ള സത്യമാർഗത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങള്, ആയാത്തുകൾ കേൾപ്പിക്കപ്പെട്ടപ്പോ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയാണ് അവര് ചെയ്യുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ വിശ്വാസികളായിരുന്നു, തീർച്ചയായിട്ടും ഈ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദൈവിക സന്ദേശം തന്നെയാണ്, ഞങ്ങള് നേരത്തെ അള്ളാഹുവിന് വഴിപ്പെട്ടവരാണ്, ഇതിനെയും ഞങ്ങള് സത്യപ്പെടുത്തുന്നു എന്നാണ് ഈ വേദജ്ഞാനമുള്ള ആളുകൾ നിലപാട് സ്വീകരിക്കുന്നത് എന്നതാണ് സൂറത്തുൽ ഖസസിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ മക്കയിലെ ആളുകൾ അങ്ങനെയല്ല, അവര് അതിനെയും നിഷേധിക്കുകയാണ്. വൈദാ സമീഉൽ ലഗ്വ, മക്കയിലെ ആളുകളുടെ നിലപാട് ഇങ്ങനെയാണ്. അവര് ഒരു മക്കയിലെ ആളുകൾ ഇവരോട് ശണ്ട കൂടിക്കൊണ്ട് ഇവരെ തെറി പറയുകയോ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തപ്പോ അതിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, വൈദാ സമീഉൽ ലഗ്വ, ഈ വേദത്തിന്റെ ആളുകള്, വിശുദ്ധ ഖുർആനെ സത്യപ്പെടുത്തിക്കൊണ്ട് വിശ്വാസ മാർഗത്തിലേക്ക് വന്ന ആളുകൾ, അവര് വ്യർത്ഥമായ സംസാരം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് കേട്ടാൽ അറളു അൻഹു, അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു. വഖാലു, എന്നിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്, ലനാ അഅ്മാലുന വലക്കും അഅ്മാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മം, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം, ഞങ്ങളുടെ ബോധ്യങ്ങൾ അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ബോധ്യങ്ങൾ അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യാം. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ശാന്തി വരട്ടെ. ലാ നബ്തഗി അൽ ജാഹിലീൻ, പടുവിഡ്ഢികളോട് ഒരു സംവാദവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് മക്കയിലെ മുശ്രിക്കുകളോട് എത്യോപ്യയിൽ നിന്ന് വന്ന വേദപണ്ഡിതന്മാര് പ്രതികരിച്ചതായിട്ട് സൂറത്തുൽ ഖസസില് ഒരു പരാമർശത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം ഞാൻ നേരത്തെ വിശദീകരിക്കാമെന്ന് പറഞ്ഞ കാര്യമാണ്. അതുപോലെ അള്ളാഹു മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് മക്കയിലെ ആളുകളുടെ നിഷേധ നിലപാടിനെ കുറച്ചുകൂടി വെളിപ്പെടുത്തുന്ന വിധത്തില്, വലൗ നസ്സൽനാ അലൈക കിതാബൻ ഫീ ഖിർതാസിൻ, നാം താങ്കൾക്ക് കടലാസിലുള്ള ഒരു പുസ്തകമാണ് അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ, ഫലമസൂഹു, എന്നിട്ട് അവരത് തൊട്ടു നോക്കുകയും ചെയ്തു എന്ന് വെക്കുക, ഈ ഐദീഹ്യം, തങ്ങളുടെ കൈകൾ കൊണ്ട്, ലഖാലല്ലദീന കഫറു, അപ്പോഴും നിഷേധികൾ പറയുക, ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ഇത് വളരെ വ്യക്തമായിട്ടും ഒരു ആഭിചാരക്രിയ മാത്രം തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലാണ് അത് ഇറക്കിയിട്ടുള്ളത്, അതാണ് അവരെ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവര് പല ന്യായങ്ങളുമായിട്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടി മുതിരുകയാണ്.
എന്നാ വേണ്ട, ഒരു പുസ്തക രൂപത്തിൽ കടലാസിൽ അച്ചടിച്ച അല്ലെങ്കിൽ കടലാസിൽ രേഖപ്പെടുത്തപ്പെട്ട വിധത്തില് ഒരു കിർത്താസിലായിട്ട്, ഇതെന്നാണ് മലയാളത്തിലെ കിർത്താസ് എന്നുള്ള ഈ അറബി വാക്കിൽ നിന്നാണ് മലയാളത്തിലെ കടലാസ് എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. അപ്പോ ഒരു കിർത്താസിൽ രേഖപ്പെടുത്തപ്പെട്ട പുസ്തകമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ അവര് വിശ്വസിക്കുകയായിരുന്നു. അന്നേരവും അവര് പറയുക ഇത് സിഹിറാണ് എന്നാണ്. വലൗ ഫതഹ്ന അലൈഹിം ബാബം മിനസ് സമാഇ ഫളല്ലു ഫീഹി യഅറുജൂൻ ലഖാലു ഇന്നമാ സുക്കിറത് അബ്സാറുന ബൽ നഹ്നു ഖൗമും മസ്ഹൂറൂൻ. ഇനി അവർക്കൊരു ആയത്ത് എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം കാണിച്ചു എന്ന് വെക്കുക. നാം ആകാശങ്ങളുടെ കവാടങ്ങൾ തുറന്നു. വലൗ ഫതഹ്ന അലൈഹിം ബാബം മിനസ് സമാ, ആകാശത്തിന്റെ ആ പ്രതലത്തിൽ ഒരു കവാടം തുറന്നു വെച്ച പോലെ ആയി. ഫളല്ലു ഫീഹി യഅറുജൂൻ, എന്നിട്ട് അവരൊക്കെയും അതിലൂടെ കയറി പോകുന്ന അവസ്ഥയുണ്ടായി എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഖാലു, അവര് പറയുക, ഇന്നമാ സുക്കിറത്ത് അബ്സാറുന, ഞങ്ങളുടെ കണ്ണുകൾക്ക് എന്തോ ഒരു ബാധ ഏറ്റിരിക്കുന്നു. ബൽ നഹ്നു ഖൗമും മസ്ഹൂറൂൻ, ഞങ്ങൾക്ക് സിഹിർ ബാധിച്ചതാണ് എന്ന് ആണ് അവർ പറയുക. അപ്പൊ ഇവർക്ക് ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെടുന്നതും യുക്തിഭദ്രമായ വേദഗ്രന്ഥത്തിന്റെ വാക്യങ്ങൾ കേൾപ്പിക്കപ്പെടുന്നതും ഒന്നും അവര് ഗൗരവത്തിൽ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സന്നദ്ധത കാണിക്കാത്ത കുറ്റകരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മുജരിമുകളാണ് ഇവര് എന്നതാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു ശൂറയിലെ 203 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.